ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ രണ്ടാമത്തെ നോമ്പുതുറ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ഒന്നായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക, കാരണം ഇവിടെയല്ലേ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഇന്ന് രണ്ട് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഒട്ടും പ്ലാൻ ചെയ്തതല്ല, മസാല ബാക്കിയുണ്ട്, അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യ സമയത്ത് നമുക്ക് പൊരിച്ചിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അടിപൊളിയാണ്, ക്രിസ്പിയാണ്. ഇതിന്റെ സൗണ്ട് എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം മൊത്തം ഒച്ചപ്പാടാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എനിക്ക് ഒരിക്കലും കിട്ടില്ല. അതും ചെറുതാണ്, വെറൈറ്റിയാണ്. മക്കൾസിന് വേഗം കഴിക്കാനും മറ്റും മടുപ്പ് തോന്നൂല. രണ്ടാമത്തെ ഐറ്റംസ് ചപ്പാത്തി കൊണ്ടാണ്. ചപ്പാത്തി കൊണ്ട് ടാക്കോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും ക്രിസ്പിയാണ്, ക്രഞ്ചിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് റെസിപ്പീസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ചിക്കനാണ്. 1 കിലോന്റെ അടുത്ത് വരും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി മസാലക്ക് വേണ്ടിയിട്ട് 5 ഉള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4 എണ്ണം മതി. ഈ ഉള്ളിയെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിൽ പച്ചമുളക് ഇടുന്നില്ല, അതിന് പകരം ക്യാപ്സിക്കാണ്. ഇനി ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ അളവ് കണക്കാക്കിയാൽ മതി. രണ്ടും കൂടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു മസാല കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 2 ചീസാണ് എടുക്കുന്നത്. ഞാൻ ചെഡാർ ചീസാണ് എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഈ ചീസ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത് സമൂസ ഷീറ്റാണ്. സ്വിറ്റ്സിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതാണ്, വലുതും എടുക്കാം. ഞാൻ ചെറുതാണ് എനിക്ക് കംഫർട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ചിക്കനിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളകിന്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. മിക്സ് ആക്കുന്ന ടൈമിൽ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഇല്ല, കാരണം ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്. സാധാരണയായിട്ട് മസാല എല്ലാം പുരട്ടി മിക്സ് ആക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇടല്. ഇപ്രാവശ്യം ചിക്കനും മസാല എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കൂടി പോവാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ചെയ്യുമ്പോണ്ടാന്നൊരു ഡൗട്ടാണ്, ഉപ്പ് എല്ലാവരും എത്തുമോ എന്നുള്ളത്. പക്ഷേ ഇത് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കനും നെയ്യിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അടിപൊളിയാണ്, വെറൈറ്റി ആണ്. പിന്നെ മക്കൾക്കെല്ലാം ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം, കാരണം ഇതിൽ പച്ചമുളക് ഇടാത്തതുകൊണ്ട് എരിവുണ്ടാവില്ല. മസാലയിൽ എരിവുണ്ടെങ്കിലും പച്ചമുളക് അടിക്കുമ്പോൾ വേറെ തന്നെ ഒരു എരിവായിരിക്കും. അങ്ങനെ ചിക്കനെല്ലാം ഞാൻ പൊരിയാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗം പൊരിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടിയും പൊരിയാൻ വേണ്ടി വെക്കണം. എല്ലാവർക്കും നോമ്പായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ മക്കള് നോമ്പെടുക്കുന്ന ടൈമിന് ഒരിക്കൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോന്നും ഉണ്ടാക്കല്. ഒരു 1-2 കടികളാണ് ഉണ്ടാക്കല്. പിന്നെ ഗസ്റ്റെല്ലാം ഉണ്ടാവുമാണ് കുറച്ച് കൂടിയ എന്തെങ്കിലും ഉണ്ടാക്കല്. അങ്ങനെ ചിക്കൻ എല്ലാം പൊരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയെല്ലാം ചെറുതായിട്ട് ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറയുന്നതിനോട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമെല്ലാം നമ്മൾ തുടച്ചെടുക്കണം. കഴുകിയ പാടന്നെ അതിലിട്ട് കൊടുക്കരുത്, കാരണം ഓൾറെഡി ഉള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കും ഞാൻ ചോപ്പറിൽ തന്നെയാണ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ പൊരിച്ച നെയ്യും എടുത്തിട്ടുണ്ട്. പൊരിച്ചു വെച്ച ചിക്കനെല്ലാം ഞാൻ ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ എലില്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രം ഞാൻ ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച നെയ്യ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ പറഞ്ഞതിൻ്റെ 1 ടേബിൾ സ്പൂണിന്റെ അളവിൽ എടുത്താൽ മതി. അതിനുശേഷമാണ് ഞാനൊന്ന് വാട്ടി കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. സാധാരണ ഞാൻ ഉള്ളി ഇട്ട ഉടനെ തന്നെ ഉപ്പിടലുണ്ട്, വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ അതങ്ങ് വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടി പോവണ്ട. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം റെഡോ യെല്ലോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടാ. കളർഫുൾ ഇടുമ്പോൾ കുറച്ചും കൂടി മസാല കളർഫുൾ ആയിട്ട് തോന്നും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ഉണ്ടല്ലോ ഒരു ചിക്കൻ ചില്ലിന്റെ ഒരു ടേസ്റ്റിലാണ് കിട്ടുക, കാരണം ക്യാപ്സിക്കൽ ഇടുന്നതുകൊണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്, ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി മാറ്റിയിട്ടാണ് മസാലപ്പൊടികളിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മസാല എല്ലാം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അധികമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും 1.5 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം, അതിനോട് വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് മൊത്തത്തിലൊന്ന് വാട്ടിയെടുക്കണം, മിക്സ് ആക്കി എടുക്കണം. ഇതിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഈ ഒരു മസാല കണ്ടെങ്കിൽ ഒരു നനവുണ്ട്. നമ്മൾ കട്ട്ലേറ്റിനെല്ലാം എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം. ഉരുളക്കെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലൂസായി പോകും, നമുക്കത് കറക്റ്റ് കിട്ടൂല. പക്ഷെങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് ഇത് കറക്റ്റ് ആണ്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്ലൈസ് ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ചീസ് നിങ്ങളെ കയ്യിലില്ല, പക്ഷെ ഒരു കുഴപ്പമില്ല, ചീസ് ഇല്ലാണ്ടും അടിപൊളി മസാല ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ടേസ്റ്റ് കിട്ടും. അത് രണ്ടും രണ്ട് തരാണ്. ഇനി എല്ലാം ചെയ്യുന്നതിൻ്റെ തൊട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിച്ചപ്പ് എന്ന് അതിന് പറയാം. പിന്നെ കറിവേപ്പിലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ മസാല അടിപൊളി മസാലയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലപ്പം ചിക്കൻ മസാല നോർമലായിട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെല്ലാം ഉണ്ടാക്കി വെക്ക്. സ്നാക്സ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തന്നെ മസാല കിട്ടിയിട്ടുണ്ട്. ഇനി അത് മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദ ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളില് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി പോവണ്ട. ഈ ഒരു മൈദ ബാറ്ററാണ് നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ബ്രെഡ് ആയാലും സമൂസ ഷീറ്റ് ആയാലും മസാല വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു മൈദ ബാറ്ററാണ്. ഇതുപോലെ കിട്ടണം. വല്ലാണ്ട് കട്ടിയും വല്ലാണ്ട് ലൂസും ആയി പോവാണ്ടെന്നാ മതി. മൈദ ബാറ്ററും കൂടി റെഡിയായ സ്ഥിതിക്ക് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നേരെ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ അത് ഒന്നും കൂടി മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ പകുതിയാക്കി എടുക്കണമെങ്കിൽ. അത് 4 എണ്ണമായിട്ട് നമുക്ക് കിട്ടും. ഇതാകുമ്പോൾ 2 എണ്ണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഞാൻ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരറ്റം ഞാൻ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഷീറ്റിൻ്റെ തന്നെ അറ്റം മടക്കാണ്ട് തൊട്ടപ്പുറത്തുള്ള ഷീറ്റിൽ മൈദാമാവ് ഒട്ടിച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം കാണിക്കുന്ന ഇതുപോലെ തന്നെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബോക്സ് ആയിട്ട് കിട്ടും. ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള കുറേ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മിഠായി രൂപത്തിൽ ചെയ്തിട്ടുണ്ട്, ത്രെഡ് ചിക്കൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലത്തെ റെസിപ്പീസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഷീറ്റിൻ്റെ ലാസ്റ്റത്തെ അറ്റം കൂടി മടക്കി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ബോക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതും ചെറുതാണ്, ക്യൂട്ടാണ്. എനിക്ക് കൂടുതൽ കംഫർട്ട് ചെറുതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വലുതും നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഞാൻ ഇപ്രാവശ്യം ചെറുതാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ടോട്ടൽ 50ഓളം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. ആദ്യം ഇതുപോലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് കവറിൽ ഇട്ട് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യും. ഇങ്ങനെയെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് പണികൾ എളുപ്പമായി കിട്ടും. ഒരു നോമ്പ് തുറക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ആവശ്യത്തിന് നമുക്ക് പൊരിച്ചെടുക്കാം. ഈ ഒരു ചിക്കൻ ബോക്സ് എല്ലാം ഞാൻ നെയ്യിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. മക്കൾസിന് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അവർക്ക് മടുപ്പ് തോന്നൂല. വലിയ പീസെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ ബാക്കി വെക്കും. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ചൂടാല കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. സമൂസൻ്റെ എല്ലാം ക്രിസ്പിനെസ് നമുക്ക് കിട്ടും. ഞാൻ ഇതും മക്കൾസിന്റെ ക്ലാസ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ബാക്കിയില്ലാണ്ട് കാലിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. വേഗം തന്നെ തീർന്നു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പൊരിക്കുന്ന ടൈമിന് തീ കുറച്ച് വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ നെയ്യ് കുടിക്കും. ഇത് നെയ്യ് കുടിക്കാണ്ട് കറക്റ്റിൽ നമുക്ക് കിട്ടും. ചിലർ പറയുന്നേക്കാം നെയ്യ് കുടിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ടൈമിന്. അത് വല്ലാണ്ട് തീ കുറച്ചിട്ട് വെക്കുന്നതുകൊണ്ടാണ്. തീ കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം വേഗം പൊരിച്ചെടുക്കാം. പക്ഷേങ്കിൽ ത്രെഡ് ചിക്കൻ, അതായത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കുന്ന ടൈമിന് തീ വളരെ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. കാരണം അത് ചിക്കൻ നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞു കിട്ടണം. എനിക്ക് ആദ്യം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുന്ന ടൈമിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ചിക്കൻ എല്ലാം പൊരിഞ്ഞു കിട്ടുമോ? കാരണം പച്ച ചിക്കൻ തന്നെയല്ലേ നമ്മൾ പൊരിക്കുന്നത് കവർ ചെയ്തിട്ട്. അപ്പോൾ പൊരിയോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നന്നായിട്ട് അത് പൊരിഞ്ഞു കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിയില്ലെങ്കിൽ അത് കണ്ടാൽ മതി. ഞാൻ ആ ഷോർട്സ് 2 ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടി കുട്ടി ചിക്കൻ ബോക്സ് എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ മാത്രമല്ല ചൂടാല കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. പ്രത്യേകിച്ചിട്ട് മക്കൾക്കും കൊടുക്കാൻ പറ്റും. ചെറിയ മക്കളെല്ലാം നോമ്പെടുക്കുന്ന സമയത്ത് ഇങ്ങനെയെല്ലാം വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കഴിക്കാനല്ല കേട്ടോ, നോമ്പെടുക്കേന്. എൻ്റെ മക്കളെല്ലാം നോമ്പെടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് വെക്കും, ഉമ്മ അത് വേണം ഇത് വേണം, നീണ്ട ലിസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ നോമ്പിങ് തുറന്നു കഴിഞ്ഞാൽ നല്ലോണം ജ്യൂസും കുടിച്ച് പിന്നെ സ്നാക്സ് കഴിക്കാന് അവരെ വയറ് ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ പറയും മുത്തായത്തിന് കഴിക്കാതെ മറ്റും എല്ലാം പോവാട്ടോ ചെയ്യുക. നോമ്പോർക്കുന്നതിന് തൊട്ട് മുന്നേ ഇതെല്ലാം എടുത്ത് വെക്കാനും ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാനെല്ലാം ഭയങ്കര ആവേശമായിരിക്കും അവർക്ക്. മധുരത്തിനേക്കാളും കൂടുതൽ എരിവാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് കൂടുതലും ഞാൻ സ്പൈസി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കല്. ഇന്ന് നോമ്പോർക്കുമ്പോൾ തന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മസാല കൊണ്ട് ഞാൻ ചപ്പാത്തി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി. സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്. മസ്റ്റ് ആയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഇതിന് ചപ്പാത്തി ടാക്കോസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മുകളിൽ ഞാൻ ടൊമാറ്റോ സോസ് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അതൊരു ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആക്കി എടുക്കുന്നുള്ളൂ.
കാരണം മസാലയിലും സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചായിട്ട് കൊടുക്കേണ്ടേ ഉള്ളൂ. എനിക്ക് ബാക്കിയായത് ഇത്രയും മസാലയാണ്. ഇതിനെ കൊണ്ട് പറ്റുന്ന ചപ്പാത്തി ടാക്കോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എത്രയാണെന്നൊന്നും കറക്റ്റ് കണക്കൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ മസാല ഇത്രയും ഞാൻ ആക്കി വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൊസറല്ല ചീസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടാ. അതില്ലെങ്കിൽ ചീസും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നേരെ മടക്കിയിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഞാനൊരു വൃത്തിക്ക് മാടിയിട്ട് കത്രി കൊണ്ട് ചപ്പാത്തിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ മക്കൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിലാക്കിയിട്ടെല്ലാം കൊടുക്കാൻ പറ്റും. ഞാനിതിൽ മുന്നേ ടോർട്ടില്ല വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനും ഓർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടോർട്ടില്ല ആകുമ്പോൾ ചപ്പാത്തി പോലെ ഹാർഡാവില്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആവും. പക്ഷേ നമുക്ക് കിട്ടുന്ന സാധനം ചപ്പാത്തിയാണ് എപ്പോഴും കിട്ടുന്നത്. ഈ ഒരു മസാല ബാക്കിയുള്ളതുകൊണ്ട് പെട്ടെന്ന് തോന്നിയതാണ് ഹാഫ് കുക്കഡ് ചപ്പാത്തി ഉണ്ട്, അങ്ങനെ ചപ്പാത്തി ചുട്ടി ഇതുപോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 5 ടാക്കോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു മസാല കൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്നാക്സ് നമുക്ക് കിട്ടും. 2 ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ RKG അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ബട്ടർ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. RKG എന്ന് വെച്ചാൽ പശു നെയ്യാണേ. അങ്ങനെ നെയ്യെല്ലാം ചൂടായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 3 വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചൂടാലെ കഴിക്കണം കേട്ടോ. അണിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്രിസ്പിനെസ് ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇതിന് മുന്നേ ഞാൻ മിനി ടാക്കോസ് ഓവനിൽ ചെയ്തിട്ടുണ്ടേനും അത് നല്ല ടേസ്റ്റ് ഉണ്ടേനും. അതൊന്നും വാട്ടൊന്നും ചെയ്യാണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും തക്കാളിയും ചിക്കനും അതുപോലെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തി റൗണ്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ടേനും. അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ചപ്പാത്തി ടാക്കോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന ടൈമിന് ഒരു മസാല കൊണ്ട് തന്നെ 2 ഐറ്റം ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്നാമത്തെ നോമ്പ് തുറക്ക് കുബൂസ് പോളയും പനീർ ബോൾസും അതുപോലെ തന്നെ കായ് പോളയാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. കുബൂസ് പോലെ സൂപ്പറാണ് കേട്ടാ, മസ്റ്റ് ആയിട്ട് കണ്ടോക്കെ. ഇതുപോലെ തന്നെ വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടാ. നോമ്പ് തുറക്കുന്ന ടൈമിനെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. റമദാൻ റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ സ്നാക്സ് ഐറ്റംസും അതുപോലെ തന്നെ നോമ്പ് തുറേൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പീസ് ആയിട്ട് വരാം.